ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 7 വ്യാഴാഴ്ച. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ സമരം ശക്തമായി തുടരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിക്ക് മുന്നോടിയായി കർഷകർ ഇന്ന് ദില്ലി അതിർത്തിക്ക് ചുറ്റും ട്രാക്ടർ പരേഡ് നടത്തും. കുണ്ടലി പൽവൽ എക്സ്പ്രസ് ഹൈവേയിൽ റാലി നടത്താനാണ് കർഷകരുടെ തീരുമാനം. എന്നാൽ ട്രാക്ടർ റാലിക്ക് ഹരിയാന പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. നാളെയാണ് കർഷകരും സർക്കാരും തമ്മിൽ 8ാം വട്ട ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യതലസ്ഥാനത്ത് തുടരുന്ന കർഷക സമരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. പുതിയ കാർഷിക നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതും നിലവിലെ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ ഹർജികളും ജനുവരി 11 കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. പക്ഷിപ്പനിയുടെ ഉറവിടം ദേശാടന പക്ഷികളാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി K. രാജു. പക്ഷിപ്പനിക്ക് കാരണമായ H5N8 വൈറസിന് ജനിതകമാറ്റം സംഭവിച്ച് അത് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത കൈവെടിയരുതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് മുന്നോടിയായിട്ടുള്ള 2ാം ഡ്രൈ റൺ നാളെ നടത്തും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തവണ ഡ്രൈ റൺ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിൽ ഉന്നതതല യോഗം ചേരും. UK കണ്ടെത്തിയ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് രാജ്യത്ത് ഇന്ന് പുതുതായി 2 പേരിൽ കൂടി കണ്ടെത്തി. ഇതോടെ അതിതീവ്ര കോവിഡ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം ആകെ 73 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. കോവിഡ് വ്യാപനം വിലയിരുത്താൻ കേന്ദ്രത്തിൽ നിന്നുള്ള ഉന്നതതല സംഘം കേരളത്തിലേക്ക്. കേന്ദ്ര സംഘം വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കേരളത്തിലെ കോവിഡ് വ്യാപനത്തിന് കാരണം രോഗം നേരിടുന്ന രീതിയിൽ വന്ന പിഴവാണോ എന്ന് കേന്ദ്രം പരിശോധിക്കും. സഭാ പ്രശ്നം കേന്ദ്ര സർക്കാർ പരിഹരിച്ചാൽ BJPക്കൊപ്പം നിൽക്കാമെന്ന മുംബൈ മെത്രോപൊലിത്ത തോമസ് മാർ അലക്സാണ്ട്രിയോസിന്റെ പ്രസ്താവന തള്ളി യാക്കോബായ സഭ. ഇത് സഭയുടെ നിലപാടല്ല. ഔദ്യോഗിക സമിതിയുടെ അംഗീകാരം ഇല്ലാതെയാണ് മെത്രോപൊലിത്ത പ്രസ്താവന നടത്തിയതെന്നും യാക്കോബായ സഭ പ്രസ്താവന ഇറക്കി. K. അയ്യപ്പനെ ചോദ്യം ചെയ്യാനുള്ള കസ്റ്റംസ് നീക്കത്തിന് തടയിട്ട് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ ഓഫീസ്. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ അയ്യപ്പനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണമെന്ന് വ്യക്തമാക്കുന്ന കത്ത് നിയമസഭാ സെക്രട്ടറി കസ്റ്റംസിന് നൽകി. അതേസമയം PAയെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണമെന്ന വാദം ആശ്ചര്യകരമാണെന്നും ഇത് നഗ്നമായ ചട്ടലംഘനമാണെന്നും മുതിർന്ന നിയമസഭാംഗവും കോൺഗ്രസ് നേതാവുമായ KC ജോസഫ്. VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെങ്കിൽ ജയിലിൽ പോകാനും തയ്യാറാകണമെന്നാണ് കോടതി പറഞ്ഞത്. ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. വാളയാർ പോരാട്ടം ഇനിയും തുടരാൻ ആവേശം നൽകുന്ന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വാളയാർ നീതി സമരസമിതി. വിചാരണ കോടതിയിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് കുട്ടികളുടെ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് അദ്ദേഹം പാലിക്കണമെന്നും സമരസമിതി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണവും ഏകോപനവും നിരീക്ഷിക്കാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി AICC. ഗെഹ്ലോട്ടിനെ കൂടാതെ ലൂസിഞ്ഞോ ഫലറോ, G. പരമേശ്വര തുടങ്ങിയ നേതാക്കളെയും കേരളത്തിലേക്കുള്ള മുതിർന്ന നിരീക്ഷകരായി AICC നിയോഗിച്ചിട്ടുണ്ട്. വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാൽ വേണ്ട തീരുമാനമെടുക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് അധികാരം നൽകി കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സംസ്ഥാനത്ത് ഇന്നലെ 63,891 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 6,394 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 25 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,209. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 69 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,723 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 551 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 51 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്.
രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5110 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇതോടെ 65,057 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 1068, കോഴിക്കോട് 729, പത്തനംതിട്ട 666, കോട്ടയം 555, കൊല്ലം 548, തൃശൂർ 502, ആലപ്പുഴ 446, മലപ്പുറം 432, തിരുവനന്തപുരം 416, ഇടുക്കി 271, പാലക്കാട് 255, കണ്ണൂർ 219, വയനാട് 210, കാസർഗോഡ് 77. UK-യിൽ നിന്നും വന്ന 2 പേർക്ക് ഇന്നലെ COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ സമീപകാലത്ത് UK-യിൽ നിന്നും എത്തി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 43 ആയി. ഇതുവരെ ആകെ 6 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്നലെ 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിൽ ആകെ 446 ഹോട്ട്സ്പോട്ടുകൾ. സിനിമാ തിയേറ്ററുകളിൽ മുഴുവൻ സീറ്റുകളിലേക്കും കാണികളെ പ്രവേശിപ്പിക്കാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ അനുമതിക്കെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത്. തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കലാണെന്നും ആയതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. കേന്ദ്രം നേരത്തെ പുറത്തിറക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിനിമാ തിയേറ്ററുകളിൽ 50% കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നും കത്തിലുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ കാർഷിക നിയമങ്ങൾ പഞ്ചാബ് ഇതിനകം നടപ്പാക്കി കഴിഞ്ഞുവെന്ന തരത്തിലുള്ള പ്രചാരണം തള്ളി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. വ്യാജ വാർത്തയും നിരുത്തരവാദപരമായ മാധ്യമ റിപ്പോർട്ടുകളുമാണ് പ്രചരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിന് പുറമെ രാജസ്ഥാൻ, ഹിമാചൽ, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8 സംസ്ഥാനങ്ങളിലായി പനി പടരുന്ന 12 പ്രധാന സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ IT മേഖലയിലെ ജോലിക്കാർക്ക് നൽകി വരുന്ന വർക്ക് ഫ്രം ഹോം ഇളവ് പിൻവലിക്കണമെന്ന് ബാംഗ്ലൂരുവിലെ മുതിർന്ന BJP MP PC മോഹൻ. രാജ്യത്തെ IT വിദഗ്ധരുടെ 1/3 ബാംഗ്ലൂരുവിലെ IT മേഖലയിൽ തുടരുന്ന വർക്ക് ഫ്രം ഹോം ഇളവ് മറ്റ് തൊഴിൽ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP MPയുടെ ആവശ്യം. ഭൂമി തർക്കത്തെ തുടർന്ന് തെലങ്കാനയിൽ 3 സഹോദരങ്ങളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആന്ധ്രയിലെ തെലുങ്കുദേശം പാർട്ടി മുൻ മന്ത്രി ഭൂമ അഖില പ്രിയ അറസ്റ്റിൽ. 200 കോടിയോളം വിലമതിക്കുന്ന 50 ഏക്കർ ഭൂമിയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് മുൻ ഹോക്കി താരം പ്രവീൺ റാവു ഉൾപ്പെടെ 3 സഹോദരങ്ങളെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് മുൻ മന്ത്രി അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ അംഗനവാടി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യോഗി സർക്കാരിന് നേരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. സ്ത്രീ സുരക്ഷയിൽ UP സർക്കാരിനെ തുടർച്ചയായി വീഴ്ച പറ്റുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാഷ്ട്രീയ കാമധേനു ആയോഗ് ഫെബ്രുവരി 25 നടത്തുന്ന രാജ്യത്തെ ആദ്യ പശുശാസ്ത്ര പരീക്ഷയുടെ സിലബസ് പുറത്തുവന്നു. നാടൻ പശുവിന്റെ പാലിൽ സ്വർണത്തിന്റെ അംശങ്ങളുണ്ടെന്നും പശുവിനെ കശാപ്പ് ചെയ്യുന്നത് കാരണമാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്നും സിലബസിൽ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും റെയ്ഡുകളും ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടെ പ്രതികരണവുമായി റോബർട്ട് വദ്ര. തന്റെ ഓഫീസിൽ നിന്ന് 23,000 രേഖകൾ ഉദ്യോഗസ്ഥർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെന്നും നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും വദ്ര പറഞ്ഞു. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFയിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. പുതിയ കോവിഡ് വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ UK-യിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് UK-യിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. നയതന്ത്ര സേവനങ്ങൾ ഫെബ്രുവരി 20 വരെ നിർത്തിവെച്ചതായി UK-യിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യയിൽ ഇന്നലെ 20,460 കോവിഡ് രോഗികൾ, മരണം 221. ഇതോടെ ആകെ മരണം 1,50,372 ആയി. ഇതുവരെ 1,03,95,938 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 2.25 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,382 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 654 പേർക്കും പശ്ചിമബംഗാളിൽ 868 പേർക്കും കർണാടകയിൽ 784 പേർക്കും ആന്ധ്രയിൽ 289 പേർക്കും തമിഴ്നാട്ടിൽ 811 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ റെക്കോർഡ് കോവിഡ് രോഗവ്യാപനം. 7,27,045 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 2,15,804 പേർക്കും ബ്രസീലിൽ 62,532 പേർക്കും ഇംഗ്ലണ്ടിൽ 62,322 പേർക്കും റഷ്യയിൽ
24,217 പേർക്കും, ഫ്രാൻസിൽ 25,379 പേർക്കും, ഇറ്റലിയിൽ 20,331 പേർക്കും, ജർമ്മനിയിൽ 26,651 പേർക്കും, സൗത്ത് ആഫ്രിക്കയിൽ 21,832 പേർക്കും രോഗം ബാധിച്ചു. 13,228 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 3,290 പേരും, ബ്രസീലിൽ 1,266 പേരും, ഇംഗ്ലണ്ടിൽ 1,041 പേരും, മെക്സിക്കോയിൽ 1,065 പേരും, ജർമ്മനിയിൽ 1,019 പേരും, ഇറ്റലിയിൽ 548 പേരും, പോളണ്ടിൽ 553 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 8.75 കോടി കോവിഡ് രോഗികളും 18.88 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. കോവിഡ് മൂലമുള്ള പ്രതിസന്ധി നേരിടാനുള്ള സബ്സിഡികൾ അവസാനിച്ചതിന് പിന്നാലെ ബ്രസീലിന്റെ സാമ്പത്തിക വ്യവസ്ഥ സമ്പൂർണ്ണമായി തകർന്നെന്ന് പ്രസിഡന്റ് ജെയർ ബോൾസനാരോ. ബ്രസീൽ പൊളിഞ്ഞെന്നും തനിക്കതിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്നും പറയുന്ന ബോൾസനാരോയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. കൊറോണ വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചൈനയിലേക്ക് യാത്ര തിരിക്കുന്ന വിദഗ്ധ സംഘത്തിന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന. അവസാന നിമിഷം അനുമതി നിഷേധിച്ച ചൈനയുടെ നടപടി ഏറെ നിരാശാജനകമാണെന്ന് WHO തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. US പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടന്ന് ട്രംപ് അനുകൂലികൾ. നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ US കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെയാണ് ആയിരക്കണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിന് അകത്ത് കടന്നത്. സംഭവത്തിനിടെ ട്രംപ് അനുകൂലികൾ ഒരാൾക്ക് വെടിയേറ്റു. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധക്കാർ കടന്നതോടെ US കോൺഗ്രസിന്റെ ഇരുസഭകളും അടിയന്തരമായി നിർത്തിവെക്കുകയും കോൺഗ്രസ് അംഗങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു. പാർലമെന്റ് സമ്മേളിക്കുന്നതിനിടെ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച US ചരിത്രത്തിൽ ഇതാദ്യമാണ്. പ്രതിഷേധക്കാരോട് സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിച്ച ട്രംപ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ചു. ISLൽ 10 പേരുമായി പൊരുതിയിട്ടും FC ഗോവയെ സമനിലയിൽ തളച്ച് ഈസ്റ്റ് ബംഗാൾ FC. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞപ്പോൾ ഗോവ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തി. ഇന്ത്യക്കെതിരായ 3ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുന്നു. സിഡ്നിയിൽ ടോസ് നേടിയ ഓസീസ് ക്യാപ്റ്റൻ ടിം പെയ്ൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുവരും ഓരോ മത്സരം വീതം വിജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. അഡ്ലേഡിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ആതിഥേയർ ജയിച്ചപ്പോൾ മെൽബണിൽ നടന്ന 2ാം ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചടിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.